നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. കക്കൂസ് മാലിന്യം തള്ളാൻ വന്ന ലോറി SIയെ ഇടിച്ചുകൊല്ലാൻ ശ്രമിച്ചു. പ്രതികൾ അറസ്റ്റിൽ. തിരുനാവായ പഞ്ചായത്ത് വരിക്കോട്ട് ചിറയിൽ നിർമ്മിച്ച ഹാപ്പിനെസ് പാർക്ക് നാടിന് സമർപ്പിച്ചു. തിരൂർ ABC അക്കാദമി തിരൂർ മാർക്കറ്റ് ശുചീകരണം നടത്തി. പരിയാപുരം നവയുഗ് വായനശാലയുടെ നേതൃത്വത്തിൽ പുതിയ ബാച്ച് വിജയദശമി ദിനത്തിൽ ആരംഭം കുറിച്ചു. തിരൂർ ഉപജില്ലാ ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര IT മേളയുടെ ലോഗോ പ്രകാശനം നടന്നു. നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വ ശുചീകരണ പ്രവൃത്തി സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കക്കൂസ് മാലിന്യം കൊണ്ടുപോകുന്ന വാഹനം പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ തിരൂർ SI നിർമ്മലിനെ വാഹനം ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ 35 കിലോമീറ്റർ പോലീസ് ജീപ്പിൽ പിന്തുടർന്ന് പിടികൂടി. ചാപ്പനങ്ങാടി മുല്ലപ്പള്ളി വീട്ടിൽ മുഹമ്മദ് റാഫി, അങ്ങാടിപ്പുറം വള്ളിക്കാടൻ ഫൗസാൻ, കടുങ്ങപുരം കരുവള്ളി ജംഷീർ എന്നിവരാണ് അറസ്റ്റിലായത്. തുഞ്ചൻ വിദ്യാരംഭം ഡ്യൂട്ടിക്കിടയിൽ പച്ചാട്ടിരിയിൽ വാഹന പരിശോധനയ്ക്കിടെ ടാങ്കർ ലോറിക്ക് SI കൈകാണിച്ചപ്പോഴാണ് സംഭവം. SIയെ വാഹനമിടിപ്പിക്കാൻ ശ്രമിച്ച് വെട്ടിച്ചുമാറി നിർത്താതെ പോകുകയായിരുന്നു. തുടർന്ന് വാഹനം പോലീസ് പിന്തുടർന്നു. വാഹനം താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എത്തിയതോടെ താനൂർ പോലീസിന്റെ സഹായം തേടി. പിന്നീട് പരപ്പനങ്ങാടി കടന്ന വാഹനം അവിടുത്തെ പോലീസിന്റെ സഹായത്തോടുകൂടി ചാലിയം ഭാഗത്ത് വെച്ചാണ് പിടികൂടിയത്. തിരൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നിർമ്മൽ, പോലീസ് ഉദ്യോഗസ്ഥരായ ദിൽജിത്ത്, പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ SI വിജയൻ, പോലീസ് ഉദ്യോഗസ്ഥരായ ജോഷി എന്നിവർ ചേർന്നാണ് പ്രതികളെയും വാഹനവും പിടികൂടിയത്. വെട്ടം ന്യൂസ്, തിരൂർ. തിരുനാവായ പഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചെലവഴിച്ച് വരിക്കോട്ട് ചിറയിൽ നിർമ്മിച്ച ഹാപ്പിനെസ് പാർക്ക് നാടിന് സമർപ്പിച്ചു. തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവയാനി അധ്യക്ഷത വഹിച്ചു. ആദ്യഘട്ടത്തിൽ CFC ഫണ്ട് 10 ലക്ഷം രൂപ ഉപയോഗിച്ച് സൗന്ദര്യവൽക്കരണം നടത്തി. NRGS ഫണ്ട് ഉപയോഗിച്ച് റോഡും ഗതാഗത യോഗ്യമാക്കി. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അറിയാതെ ഞാൻ കടന്നിരുന്ന ഒരു പ്രദേശത്തേക്ക് ജനവാസം എത്തിക്കുക എന്ന് മാത്രമല്ല, ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും ഈ ജലസംഭരണിയെ, ഈ കുളത്തെ ആരോഗ്യപരമായി ഉപയോഗപ്പെടുത്തുവാനുമുള്ള ഏറെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന, ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു പദ്ധതിക്കാണ് നിങ്ങൾ ഈ ആസൂത്രണം ചെയ്യുകയും ഇപ്പോൾ തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ളത്. തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് മാമ്പറ്റ ദേവയാനി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സൂർപ്പിൽ ബാവ, സീനത്ത് ജമാൽ, ഫൈസൽ എടശ്ശേരി, MP മുഹമ്മദ് കോയ, റംഷീദ ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, തിരുനാവായ. തിരൂർ ABC അക്കാദമി തിരൂർ മാർക്കറ്റ് ശുചീകരണം നടത്തി. പരിപാടിയിൽ മുനിസിപ്പൽ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥൻ റിയാസ്, HOD ഹനാസ്, റഹിയാനത്ത്, സജ്ന, മാർക്കറ്റ് ചെയർമാൻ MP ഷാഫി, ആഷിഖ്, മുനീർ എന്നിവർ പങ്കെടുത്തു. തിരൂർ ABC അക്കാദമി തിരൂർ മാർക്കറ്റ് ശുചീകരണം നടത്തി. പരിപാടിയിൽ മുനിസിപ്പൽ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥൻ റിയാസ്, HOD ഹനാസ്, റഹിയാനത്ത്, സജ്ന, മാർക്കറ്റ് ചെയർമാൻ MP ഷാഫി, ആഷിഖ്, മുനീർ എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. പരിയാപുരം നവയുഗ് വായനശാലയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ചിത്രരചന, നൃത്തം, സംഗീത ക്ലാസുകളിലേക്കുള്ള പുതിയ ബാച്ച് വിജയദശമി ദിനത്തിൽ ആരംഭം കുറിച്ചു. ചിത്രരചന ക്ലാസിന് കൃഷ്ണൻ പച്ചാട്ടിരിയും, സംഗീത ക്ലാസിന് CP സ്നേഹയും, നൃത്ത ക്ലാസിന് T ദിവ്യയുമാണ് പരിശീലനം നൽകി വരുന്നത്. അക്ഷരത്തോടൊപ്പം കലയ്ക്കുകൂടി പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വായനശാല ഇത്തരം പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് നടത്തുന്നത്.
ചിത്രരചനാ ക്ലാസ്സിന് കൃഷ്ണൻ പച്ചാട്ടിരിയും സംഗീത ക്ലാസ്സിന് CP സ്നേഹയും നൃത്ത ക്ലാസ്സിന് T ദിവ്യയും പരിശീലനം നൽകി വരുന്നു. സെക്രട്ടറി K സുശീലൻ, ലൈബ്രറിയൻ ചിഞ്ചു P, വായനശാല പ്രവർത്തകരായ ഹരികുമാർ, K സതീശൻ, നീതു, സുഹറ, ഖദീജ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വെട്ടം. തിരൂർ ഉപജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര IT മേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു. തിരൂർ നഗരസഭാ അധ്യക്ഷ AP നസീമ തിരൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ RP ബാബുരാജിന് നൽകി ലോഗോ പ്രകാശനം നിർവഹിച്ചു. തിരൂർ ഉപജില്ലാ ശാസ്ത്രമേള ലോഗോ പ്രകാശനം തിരൂർ നഗരസഭാ അധ്യക്ഷ AP നസീമ നിർവഹിച്ചു. വളരെയധികം സന്തോഷത്തോടെ ഇന്ന് നമ്മുടെ തിരൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ എല്ലാ തവണയും പോലെ തന്നെ അസ്ലം മാഷിൻ്റെ പിക്ചറാണ്, പിന്നെ ലോഗോയാണ് ഇത്തവണയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് സന്തോഷമുണ്ട്. കാരണം തിരൂരിൻ്റെ എല്ലാ പൈതൃകങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ടാണ് ലോഗോ അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ വലിയ ഒരു വിജയകരമായൊരു പ്രവർത്തനമാക്കി മാറ്റേണ്ടതുണ്ട് നമ്മുടെ ശാസ്ത്രോത്സവത്തിനെ. കാരണം നമ്മുടെ ചെമ്പ്ര സ്കൂളിൽ വെച്ചിട്ടും അതേപോലെ തന്നെ പരന്നേക്കാട് JMLPS പരന്നേക്കാട് വെച്ചിട്ടുമാണ് നമ്മളുടെ ഇത്തവണത്തെ ശാസ്ത്രോത്സവം നടക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഫാത്തിമത്ത് സജ്ന, HM ഫോറം കൺവീനർ NP ഫൈസൽ, PK മുഹമ്മദ് അയൂബ്, സുനിൽകുമാർ, സയ്യിദ് ഇസ്മായിൽ, K സിന്ധു, T മുനീർ, രാകേഷ്, KP നസീബ്, കാർത്തിയാനി തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വ ഗാന്ധി ജയന്തി ദിനത്തിൽ മുത്തൂർ ദേശബന്ധു വായനശാലയുടെ പരിസരവും റോഡും വഴികളും ശുചീകരിച്ചു. അഹിംസ, സത്യം, വിനയം, ശുചിത്വം, ശുചീകരണം തുടങ്ങി നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ച ഗാന്ധിജി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ലോകത്തിനു മുന്നിൽ ജീവിച്ചു തെളിയിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ നെറ്റ്വ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. നെറ്റ്വ റെസിഡൻസ് അസോസിയേഷൻ നെറ്റ്വയുടെ നമ്മൾ ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മൾ മുത്തൂർ നമ്മൾ ദേശബന്ധു വായനശാലയും ഗ്രന്ഥശാലയും ഒക്കെ ആയ പരിസരം നമ്മൾ വൃത്തിയാക്കാൻ നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകൾ പ്രവർത്തകർ മുൻകൈയെടുത്തിരിക്കുകയാണ്. നെറ്റ്വ റെസിഡൻസ് അസോസിയേഷൻ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഗാന്ധിജിയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ പ്രാവർത്തികമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് നെറ്റ്വ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെറ്റ്വ രക്ഷാധികാരി KK റസാഖ് ഹാജിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി KP നസീബ് മാസ്റ്റർ, KK അബ്ദുൾ റഷീദ്, V ഷമീർ ബാബു, KM അഷ്റഫ് മാസ്റ്റർ, EV കുത്തുബുദ്ദീൻ, ദേശബന്ധു വായനശാല PRO TP രാമചന്ദ്രൻ, ഭാസി തിരൂർ എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഇന്നത്തെ പ്രൈം ടുഡേ പൂർണ്ണമാകുകയാണ്. നന്ദി, നമസ്കാരം.